നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഫ്യൂഷൻ കണ്ടതാണ്. ഇനി നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എങ്ങനെയൊക്കെ ഹീറ്റ് സഞ്ചരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ തന്നെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് എങ്ങനെ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Heated energy is transferred from one system to another or from one part of a system to another part. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഉറപ്പായും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉറപ്പായും വേണം. 3 തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. 1 കണ്ടക്ഷൻ ആണ്, 2 കൺവെക്ഷൻ ആണ്, 3 റേഡിയേഷൻ ആണ്. കണ്ടക്ഷൻ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. കണ്ടക്ഷൻ എന്ന് പറയുന്നത് സോളിഡ്സിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. മെയിൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്സ്. കണ്ടക്ഷനിൽ പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ്സിലുള്ള ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിൻ്റെ മെയിൻ മോഡാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അവിടെ പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഈ പോയിന്റ് നോക്കൂ, ഇത് അതേപോലെ തന്നെയാണ്. ഗ്യാസസ് പുവർ തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. അതായത് ഹീറ്റ് എനർജിയെ വിടുന്നതിൽ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഗ്യാസസ്. അതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് കണ്ടക്ട് ചെയ്യും ലിക്വിഡ്സ്. ഏറ്റവും നന്നായി കണ്ടക്ട് ചെയ്യുക സോളിഡ്സ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല തെർമൽ കണ്ടക്ടേഴ്സ് സോളിഡ്സ് ആണ്. പിന്നെ ഉള്ള കണ്ടക്ടേഴ്സ് ലിക്വിഡ്സ് ആണ്. പിന്നെയും അതിനുശേഷം മാത്രമേ ആരും കണ്ടക്ട് ചെയ്യുള്ളൂ, ഗ്യാസസ് കണ്ടക്ട് ചെയ്യുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് കണ്ടക്ഷനെ ഡിഫൈൻ ചെയ്യുക? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണ്. അതായത് ഒരു നിശ്ചിത സമയത്ത് എത്ര ഹീറ്റ് ഒഴുകുന്നു ഇൻ എ മെറ്റീരിയൽ ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഹീറ്റ് ഒഴുകണമെങ്കിൽ ഉറപ്പായും അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. ഒരു വസ്തുവിൽ ടെമ്പറേച്ചർ വ്യത്യാസം കാരണം ഒരു നിശ്ചിത സമയത്ത് ഒഴുകുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് കണ്ടക്ഷൻ എന്ന് നമ്മൾ ക്വാണ്ടിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, അതായത് ഹീറ്റ് കണ്ടക്ഷൻ നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം, ഓരോ മെറ്റീരിയലിനനുസരിച്ചാണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ റേറ്റ് എന്നുള്ളൊരു വാക്ക് അതിലുണ്ട് കേട്ടോ. അതായത് ടൈം എന്നുള്ളൊരു വാക്ക് സമയത്തിനനുസരിച്ച് എന്നുള്ളൊരു വാക്ക് അതിലുണ്ട്. എച്ച് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്കറിയാം. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതായത് ഒരു റോഡിലൂടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, ഒരു പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് പോയിന്റ് എയും ബിയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ റോഡിന്റെ ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ റോഡിന്റെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എ T1 മൈനസ് T2 അല്ലെങ്കിൽ TC മൈനസ് TD ബൈ L. പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് K ആണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് വിളിക്കാം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലങ്ങൾ ചോദിക്കും. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, ഒരു മെറ്റീരിയൽ എത്രമാത്രം ഹീറ്റിനെ കടത്തിവിടുന്നു എന്നാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി. കെയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആ വസ്തു വളരെ എളുപ്പത്തിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. ഇറ്റ് വിൽ കണ്ടക്ട് മോർ റാപ്പിഡ്ലി അല്ലെങ്കിൽ ഫാസ്റ്റ്ലി ദ ഹീറ്റ്. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? ഈ ഇക്വേഷൻ നമ്മൾ കെക്കുള്ള അനുസരിച്ച് എഴുതിയാൽ കെ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിട്ട് മാറും? HL ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി എന്നാവും. അപ്പോൾ ഈ എച്ചിൽ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിലൊരു ടൈം എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. ശരിക്കും H/T എന്നാണ്. ആ T 1 ആയതാണ്, ടൈമിന്റെ 1 ആയതാണ് T. അപ്പോൾ ഈ കെയിൽ ഒരു ടിയുടെ ടേമും കൂടി വരും. കെ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ? കെയുടെ പേരിലേക്ക് ഇക്വേഷൻ മാറ്റി എഴുതിയാൽ HL ബൈ എ ടൈമിന്റെ T ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ വരിക. അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനം അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു ഇക്വേഷൻ മാറ്റി എഴുതി നോക്കിയാൽ മതി. കെയിലേക്ക് ഇക്വേഷൻ മാറ്റി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ജൂൾ സെക്കൻഡ് റേസ് ടു -1. അത് അങ്ങനെ വന്നതാണ്. അവിടെ ഒരു ടി എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണിത്. അപ്പോൾ സെക്കൻഡ് റേസ് ടു -1, ഏരിയയും ലെങ്ത്തും തമ്മിലുള്ള ഒരു മീറ്റർ സ്ക്വയർ ഒരു മീറ്ററും ആണല്ലോ. അപ്പോൾ ഒരു മീറ്റർ കട്ട് ചെയ്ത് പോകും, ബാക്കി മീറ്റർ റേസ് ടു -1 ഉണ്ടാവും. പിന്നെ കെൽവിൻ റേസ് ടു -1, എന്താണ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതാണ് ഈ കെൽവിൻ റേസ് ടു -1. ഈ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവറിന്റെ യൂണിറ്റ് ആണ്. പവർ ഇസ് ദ വർക്ക് ബൈ ടൈം.
അല്ലെങ്കിൽ എനർജി പെർ ബൈ ടൈം അതാണ് ജൂൾ പെർ സെക്കൻഡ് ആണ്. അതിന് നമ്മൾ വാട്ട് എന്ന യൂണിറ്റ് കൊണ്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മാറ്റി എഴുതിയത്. ഓർ വാട്ട് മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. കുറേ കോമൺ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാവും ഹീറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട്. അതിലുള്ള ചിലതൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് കുക്കിംഗ് പോട്ട്സ്. ചില നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളുടെ അടിയിൽ കോപ്പർ ബോട്ടം വെസൽസ് എന്നൊക്കെ നമ്മൾ പറയും. കോപ്പർ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാവും. അതെന്തിനാണെന്നാണ്. കോപ്പർ നല്ല കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ് എന്ന് മാത്രമല്ല, അപ്പോൾ ഈ കിട്ടുന്ന ഹീറ്റിനെ കോപ്പർ ബോട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ മുഴുവൻ കോപ്പർ ഉണ്ടല്ലോ. അപ്പൊ ഈ കോപ്പർ ഹീറ്റ് റിസീവ് ചെയ്തിട്ട് ഒരുപോലെ ഈ ഹീറ്റിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും. ഈ വെസലിൽ മുഴുവനായും ഒരേപോലെ ഈവൺ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് എനർജിക്ക് സഹായിക്കും. അതുകൊണ്ടാണ് കോപ്പർ ബോട്ടം വെസൽസ് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ പാചകം നടക്കും എന്ന് പറയുന്നത്. Being a good conductor of heat, copper promotes the distribution of heat over the bottom of a pot for uniform cooking. People usually prefer to give a layer of earth or foam insulation on the ceiling. Why? സാധാരണ നമ്മൾ വീടുകൾ, വലിയ വീടുകളൊക്കെ നോക്കിയാൽ കാണാം, ടെറസിന് മുകളിൽ ഓട് വിരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫോൾസ് സീലിംഗ് അടിക്കും. ഹൈ സീലിംഗ് ഒക്കെ ഉള്ളതാണ് നമ്മൾ ഫോൾസ് സീലിംഗ് അടിക്കും. അതിനാണ് ഈ ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം നല്ല വേനൽക്കാലത്ത് ഹീറ്റ് സൺ റേസ് വന്നിട്ട് ഈ കോൺക്രീറ്റ് ഇങ്ങനെ ചുട്ട് പഴുത്ത് കിടക്കും. പൊതുവെ മെറ്റലുമായി കമ്പയർ ചെയ്യുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോൺക്രീറ്റ് കുറവാണെങ്കിലും നമുക്ക് ഡെയിലി എക്സ്പീരിയൻസ് എന്നറിയാം, നമ്മൾ ടെറസിന്റെ മുകളിൽ നട്ടുച്ചക്കൊക്കെ ചവിട്ടി നടക്കുമ്പോൾ ഇങ്ങനെ പൊള്ളും. അപ്പോൾ അത് അത്ര കുറവായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ആ ചൂട് അതുപോലെ മുറിയുടെ അകത്തേക്ക് വരുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയാണ് ഓട്, മണ്ണ് ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ താരതമ്യേന അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മണ്ണിനെ വെക്കുകയും മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ ഓട്, കളിമണ്ണ് കൊണ്ട് ഓട് പാവുകയും അല്ലെങ്കിൽ ഒരു ഫോൾസ് സീലിംഗ്, ആ സീലിങ്ങിന് താഴെ ഒരു ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ കൊണ്ട് മരം കൊണ്ടൊക്കെ സീലിങ്ങുകൾ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇൻസുലേറ്റർ അപ്പോൾ അത് വല്ലാതെ ചൂട് കടത്തിവിടില്ല, നമുക്ക് മുറിയിട്ടുള്ളിൽ നല്ല തണുപ്പ് അനുഭവിക്കാൻ കഴിയും. ഹൗസസ് മെയ്ഡ് ഓഫ് കോൺക്രീറ്റ് റൂഫ്സ് ഗെറ്റ് വെരി ഹോട്ട് ഡ്യൂറിങ് സമ്മർ ഡേയ്സ് ബിക്കോസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോൺക്രീറ്റ് ഇതുണ്ടോ മെറ്റലിനേക്കാൾ വളരെ കുറവാണ്. എന്നാലും ആ വാല്യൂ അത്ര കുറവല്ല, ഈസ് നോട്ട് സ്മോൾ ഇനഫ്. സോ പീപ്പിൾ ഗിവ് എ ലെയർ ഓഫ് എർത്ത് ഓർ ഫോം insulation so that heat transfer is prohibited and keeps the room cooler. In some situations heat transfer is critical. ഈ heat transfer എന്ന് പറയുന്ന ഈ പ്രകൃതിയുടെ ഈ ഒരു രീതി ചില സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതെവിടെയാണ് സിറ്റുവേഷൻ നോക്കിയാൽ ഈ ന്യൂക്ലിയർ റിയാക്ടർ, നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ന്യൂക്ലിയസ് വിഭജിച്ച് ന്യൂക്ലിയർ ഫിഷൻ നടത്തുകയും അതിൽ നിന്ന് വലിയ എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് വരികയും ചെയ്യും. നമ്മളതിനെ കൺട്രോൾഡ് ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തി അതിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി ടർബൈൻ തിരിച്ച് കറണ്ട് ഉണ്ടാക്കാറുണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ തെർമൽ റിയാക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത്തരം അതിനുള്ളിൽ, ആ ഫാക്ടിന്റെ ഉള്ളിൽ അത്തരം റിയാക്ടേഴ്സിന്റെ അകത്ത് വലിയ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുക. ഓരോ ന്യൂക്ലിയസിൽ നിന്നും വലിയ എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് വരും. അപ്പോൾ ആ എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആയിട്ടാണല്ലോ പുറത്തേക്ക് വരിക. അപ്പോൾ ആ ഹീറ്റിനെ ഉടനെ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ, കുറച്ച് സമയം ആ ഹീറ്റ് അവിടെ നിന്നാൽ വീണ്ടും ന്യൂക്ലിയസുകൾ പൊട്ടുകയും ന്യൂക്ലിയർ ഫിഷൻ നടക്കുകയും വലിയ എമൗണ്ട് ഓഫ് എനർജിയായി അത് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് മാറുകയും ഒന്നാകെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. നിങ്ങൾ ചെർണോബിൽ ദുരന്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ഒരു വീഡിയോ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര വലിയ സ്ഫോടനമാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ന്യൂക്ലിയർ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഹീറ്റ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അതുകൊണ്ട് കൂളൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ അത് നിങ്ങൾ പഠിക്കും വിശദമായിട്ട്. അപ്പോൾ നമുക്ക് കാണാം ഈ അതിൽ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കൂളന്റുകൾ ഉപയോഗിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പല മെത്തേഡുകളും, ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല പണികളും എടുക്കും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീൽ കോപ്പർ ജംഗ്ഷൻ ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ 11-15. എന്താ പറഞ്ഞു വെച്ചാൽ ഇത് മുഴുവൻ ഞാൻ പറയാം. ഒരു സ്റ്റീലും ഒരു കോപ്പറും കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, സ്റ്റീൽ റോഡും കോപ്പർ റോഡും കൂടി. സ്റ്റീൽ റോഡിന്റെ ഒരു എൻഡ് ഫർണസിലാണുള്ളത്, അത് 300 ഡിഗ്രി സെൽഷ്യസിലാണ്. കോപ്പർ റോഡിന്റെ ഒരു എൻഡ് ഐസ് ബോക്സിലുള്ളത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്.
നമുക്കറിയാം ഇതിൽ സ്റ്റീലും കണ്ടക്ടറാണ്, കോപ്പറും കണ്ടക്ടറാണ്. സോ ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം ദി ഫർണസ് ടു ദി ഐസ് ബോക്സ് ത്രൂ സ്റ്റീൽ ആൻഡ് കോപ്പർ. ചോദ്യം എന്താ വെച്ചാൽ ഈ ജംഗ്ഷൻ സ്റ്റീൽ കോപ്പർ ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഒരു നിശ്ചിത സമയത്തുള്ള അതൊക്കെ തന്നിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് കോപ്പർ റോഡ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഓഫ് ദ ഫർണസ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഓഫ് ദി ഐസ് ബോക്സ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ റോഡ് ഈസ് ട്വൈസ് ദ ഏരിയ ഓഫ് കോപ്പർ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി കെ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, കെ ഓഫ് കോപ്പറും തന്നിട്ടുണ്ട്. ഈ മീഡിയം അവിടെയുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ്, കണ്ടോ, അതിന് ചുറ്റും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ച് സീല് ചെയ്തിട്ടുണ്ട്. ടി ആണെന്ന് വിചാരിക്കാം, ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ ടി ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ പ്രകാരം ഒരാളുടെ നഷ്ടം എന്ന് പറയുന്നത് മറ്റാളുടെ ലാഭമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഇത് ഉപയോഗിക്കാം, ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഹീറ്റ് ഫ്ലോ അതിൻ്റെ ഇക്വേഷൻ എടുക്കണം. ഹീറ്റ് ഫ്ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കെ എ ഡെൽറ്റ ടി ബൈ എൽ ആണ്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 1 എന്നും രണ്ടാമത്തെ ആൾക്ക് 2 എന്നും പേര് കൊടുക്കുക. K1A1 ഇൻറ്റു ഡെൽറ്റ ടി. എന്താണ് ആദ്യത്തെ ആളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഈ എൻഡും ഈ എൻഡും തമ്മിലുള്ള. ഇവിടുത്തെ എൻഡ് ടി ആണെന്ന് വിചാരിക്കും, ആ മുകളിലുള്ളത് 300 ആണ്. അപ്പോൾ 300 മൈനസ് ടി ബൈ L1 ഈസ് ഈക്വൽ ടു K2A2. ഇനി ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഉള്ളത് ടി ആണ്, ഇവിടെ ഉള്ളത് 0 ആണ്. അപ്പോൾ ടി മൈനസ് 0. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയാൻ ഞാൻ കാരണം അതാണ്, വലിയതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അതിന് ഇതൊന്നും നോക്കണ്ട, ഡയറക്ഷൻ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ബൈ L2, കാരണം എനർജി ആണല്ലോ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വേർ 1 and 2 റിഫർ ടു ദ സ്റ്റീൽ ആൻഡ് കോപ്പർ റെസ്പെക്റ്റീവ്ലി. ഇനി ബാക്കി ഡാറ്റാസ് ഒക്കെ കൊടുക്കുക. K1 സ്റ്റീലിന്റെ കൊടുക്കുക. ഏരിയക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? A1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് കോപ്പർ റോഡ്. അപ്പോൾ A1 ഇസ് ഈക്വൽ ടു 2 എന്നും A1 ഇസ് ഈക്വൽ ടു 2A2 എന്ന് കൊടുക്കുക. L1 is equal to 15, L2 തന്നിട്ടുണ്ട്, K1 തന്നിട്ടുണ്ട്, K2 തന്നിട്ടുണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 50.2 ഇൻറ്റു 2 ഇൻറ്റു 300 മൈനസ് 2 ബൈ 15 is equal to 2A2 എന്ന് കൊടുക്കാനുള്ള പറഞ്ഞത്. അപ്പോൾ 2A2 ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു A2 ഉണ്ടാവും. അപ്പോൾ A2 ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? K2A2 ഇൻറ്റു ടി മൈനസ് 0 ബൈ L2. എന്താണ് K2? 385 ആണ്. A2 ക്യാൻസൽ ചെയ്ത് പോയി. ടി മൈനസ് 0 ടി തന്നെ. L2 എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ മീറ്ററിലേക്ക് മാറ്റാത്ത എന്താ വെച്ചാൽ രണ്ട് ഭാഗത്തും ഉള്ളത് കൊണ്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. ഇൻറ്റു 10⁻²2 ഇവിടെയും ഇൻറ്റു 10⁻²2 LHSലും RHSലും ഉണ്ടായാലും രണ്ടും ക്യാൻസൽ ചെയ്തു പോകല്ലോ, അതുകൊണ്ടാണ്. മാറ്റിയാലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ കിട്ടുന്ന ഉത്തരം T ഈസ് ഈക്വൽ ടു 44.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ തന്നിട്ടുള്ളത് സെൽഷ്യസിലായതുകൊണ്ടാണ്. കെൽവിനിലാണെങ്കിൽ രണ്ടും കെൽവിനിലാക്കാം, കെൽവിനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന ഉത്തരവ് എന്തായിരിക്കും? കെൽവിനിലായിരിക്കും. അടുത്ത കൺവെക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, കണ്ടക്ഷനിൽ മോളിക്യൂൾസിന് മാറ്റമൊന്നുമില്ല, അല്ലെങ്കിൽ മാറ്റർ നീങ്ങുന്നില്ല എന്ന് നമ്മൾ കണ്ടു. പാർട്ടിക്കിൾസ് നീങ്ങാതെ ഉണ്ടാകുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. പക്ഷെ കൺവെക്ഷനിൽ അങ്ങനെയല്ല. കൺവെക്ഷനിൽ മോളിക്യൂൾസ് തന്നെ അല്ലെങ്കിൽ മാറ്റർ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ, അതിനാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുക. അത് ഫ്ലൂയിഡ്സിൽ മാത്രമേ നടക്കൂ, അതായത് ലിക്വിഡ്സിലും ഗ്യാസസിലും മാത്രമേ നടക്കൂ, സോളിഡ്സിൽ നടക്കില്ല. കൺവെക്ഷൻ രണ്ട് തരത്തിലുണ്ട്, നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആവാം. നാച്ചുറൽ കൺവെക്ഷനിൽ ഗ്രാവിറ്റിക്ക് വലിയൊരു റോൾ ഉണ്ട്. എന്താണെന്ന് നോക്കാം. നാച്ചുറൽ കൺവെക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. എന്താണ് സീ ബ്രീസ് അല്ലെങ്കിൽ എന്താണ് ലാൻഡ് ബ്രീസ്, എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. എന്താണ് സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് ഇത് ഉണ്ടാവുക? രാവിലെയാണ്, ഡേ ടൈമിലാണ് ഇത് ഉണ്ടാവുക. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പമുണ്ട്. നിങ്ങൾ വളരെ എന്തായാലും ഒരിക്കലെങ്കിലും ബീച്ചിൽ കടൽ തീരത്ത് പോയിട്ടുണ്ടാവും. മിക്കവാറും നമ്മൾ ഈ രാവിലെ സമയങ്ങളിലാണ് കടൽ തീരത്ത് പോവുക. രാത്രിക്ക് പോകുന്നവരും ഉണ്ടാവും, എന്നാലും കുറവായിരിക്കും. രാവിലെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ പിന്നോട്ടേക്ക് പറക്കും, അല്ലേ? ഷോള്, ഡ്രസ്സ്, ഷർട്ട് എല്ലാം പിന്നോട്ടേക്കാണ് പറക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? കാറ്റടിക്കുന്നത് കടലിൽ നിന്നും കരയിലേക്കാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ സീ ബ്രീസ് ഉണ്ടാവുക ഏത് സമയത്താണ്? ഡേ ടൈമിലാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതായത് വളരെ ചൂടിനെ വളരെ നന്നായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റും. വളരെ പതുക്കെ ചൂടാവുകയും വളരെ പതുക്കെ തണുക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് വെള്ളം.
അപ്പോൾ ലാൻഡിനെ അപേക്ഷിച്ച് ലാൻഡ് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഇനി എന്താണ് ചെയ്യുക? ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ വാട്ടർ ചൂടായിട്ടില്ല, വാട്ടർ തണുത്തിട്ട് തന്നെ എനിക്ക് ഉണ്ടാവുക. ലാൻഡ് പെട്ടെന്ന് ചൂടായി കഴിയുമ്പോൾ ലാൻഡിന്റെ തൊട്ട് മുകളിലുള്ള എയർ ചൂടാവും. വാം എയർ പെട്ടെന്ന് മുകളിലേക്ക് പൊന്തിപ്പോകും. അപ്പോൾ ഈ സീയുടെ മുകളിലുള്ള കൂൾ എയർ എന്ത് ചെയ്യും? ഈ വാം എയറിന്റെ ഈ വോയിഡ് സ്പേസിലേക്ക് ഒഴുകും. അപ്പോൾ വീണ്ടും അത് ചൂടാവുകയും വീണ്ടും അത് പൊന്തിപ്പോവുകയും ചെയ്യും. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഡേ ടൈമിൽ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റടിക്കുന്നത്. കരയിലേക്ക് കോൾഡ് ബ്രീസാണ് അടിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇത് എങ്ങനെ അടിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്? കൺവെക്ഷൻ ആണ് കാരണം. പിന്നെ എന്താ പറയുക, എന്തൊക്കെയാണ്? കൺവെക്ഷൻ ആണ് കാരണം. പിന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ ആയതാണ് മറ്റൊരു കാരണം. അപ്പോൾ അതൊക്കെ സീ ബ്രീസിൻ്റെ കാരണങ്ങളാണ്. ഇത്രയും പോയിന്റ്സ് ഒക്കെ എഴുതണം കേട്ടോ. ഡേ ടൈമിലാണ് സംഭവിക്കുകയും ചെയ്യുക കേട്ടോ. ഇനി എന്താണ് സംഭവിക്കുക? ലാൻഡ് ബ്രീസ് അപ്പോൾ നേരെ തിരിച്ച് രാത്രി സമയത്ത് അടിക്കുക. നിങ്ങളൊരു രാത്രി 12 മണി 1 മണിക്കൊക്കെ ബീച്ചിൽ പോയി നേരെ റിവേഴ്സ് പ്രോസസ്സാണ് അടിക്കുക. അതായത് ലാൻഡ് വളരെ പെട്ടെന്ന് തണുക്കും. അപ്പോൾ അപ്പോഴും വെള്ളം എന്തായിരിക്കും? ചൂടായിരിക്കും. നേരെ തിരിച്ചുള്ള പ്രോസസ്സ്. അപ്പോൾ വെള്ളത്തിന്റെ മുകളിലുള്ള എയർ വാം എയർ ആയിരിക്കും. അപ്പോൾ അത് മുകളിലേക്ക് പൊന്തും. ലാൻഡിന്റെ മുകളിൽ നിന്നുള്ള തണുത്ത കാറ്റ് എങ്ങോട്ടേക്ക് അടിക്കും? കടലിലേക്ക് അടിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ലാൻഡ് ബ്രീസ് നൈറ്റിലാണ് നടക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചുള്ള പ്രോസസ്സ് കൺവെക്ഷൻ ആണ് നടക്കുന്നത്. കാരണം ഈ മോളിക്യൂൾസ് കംപ്ലീറ്റ്, എയർ മോളിക്യൂൾസ് കംപ്ലീറ്റ് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കൺവെക്ഷൻ ആണ് കാരണം. പിന്നെ വാട്ടറിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഒരു കാരണമാണ്. അതുപോലെ തന്നെയാണ് ട്രേഡ് വിൻഡ്. നിങ്ങൾ ജിയോഗ്രഫി ക്ലാസ്സിൽ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയുടെ മുകളിൽ നമുക്കറിയാം ഇക്വേറ്ററും ഉണ്ട്, പോൾസും ഉണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം വന്ന് വീഴുന്നത്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിന്റെ അളവ് പോൾസിലും ഇക്വേറ്ററിലും വ്യത്യാസമാണ് അല്ലേ? അതുകൊണ്ടാണ് പോൾസിലൊക്കെ ഐസ് സ്റ്റിൽ വലിയ വലിയ ഐസ്ബർഗ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ടി വിയിൽ. പക്ഷെ ഇക്വേറ്ററിൽ നല്ലോണം ചൂടുണ്ടാവും. ഇന്ത്യയൊക്കെ ഇക്വേറ്ററിന്റെ റീജിയനാണ്. അപ്പൊ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഈ ഇക്വേറ്ററിന്റെ മുകളിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ്, മുകളിലുള്ള എയർ വാം ആവുകയും അത് പൊന്തി പോവുകയും ചെയ്യും. അപ്പോൾ പോൾസ് റീജിയനിൽ നിന്ന് തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കും, ഇക്വേറ്ററിന്റെ റീജിയനിലേക്ക് അടിക്കും. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രേഡ് വിൻഡിന്റെ ഡയറക്ഷൻ നോർത്ത് എന്നുള്ള പോൾസ് ഉള്ളത്. അപ്പോൾ പോൾസ് നോർത്ത് പോളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് ഈസ്റ്റിലേക്ക്, ഫ്രം നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇക്വേറ്ററിന്റെ ഭാഗത്തേക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കും. ആ കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുക. ഇക്വറ്റോറിയൽ ആൻഡ് പോളാർ റീജിയൻസ് ഓഫ് എർത്ത് റിസീവ് അൺഈക്വൽ സോളാർ ഹീറ്റ്. എയർ നിയർ ഇക്വേറ്റർ ഈസ് ഹോട്ട് വൈൽ എയർ നിയർ പോൾ ഈസ് കൂൾ. അപ്പം എന്ത് സംഭവിക്കും? കൺവെക്ഷൻ കറണ്ട് ഉണ്ടാവും. എയർ അറ്റ് ദ ഇക്വറ്റോറിയൽ സർഫസ് റൈസ് ചെയ്യും ആൻഡ് മൂവ് ടുവേർഡ്സ് ദ പോൾസ് വൈൽ ദ cool air from the poles move towards the equator. Speed of trade winds is about 1600 km/h. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നാച്ചുറൽ കൺവെക്ഷനെ പറ്റിയാണ്. ഇനി ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കൺവെക്ഷൻ ഗ്രാവിറ്റി കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എയർ വാം ആവുന്നു, വാം എയർ മുകളിലേക്ക് പോകും. കൂൾ എയർ ആണ് അതിന്റെ സ്ഥലം എടുക്കുക. കൂൾ എയർ ഡെൻസ് ആയിരിക്കും, വാം എയർ ലെസ് ഡെൻസ് ആയിരിക്കും. അവിടെയൊക്കെ ഗ്രാവിറ്റിയുടെ റോളാണുള്ളത്. പക്ഷെ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ, നാച്ചുറൽ പ്രോസസ്സിന് എതിരെ നടക്കുന്ന ഒരു രീതിയാണ് ഈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗ് സിസ്റ്റംസ്. തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ റൂം ചൂടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും വെച്ചാൽ നമ്മൾ അകത്ത് അടുപ്പ് കത്തിക്കും. അപ്പോൾ ഈ നടക്കുന്ന പ്രോസസ്സിന്റെ നേരെ എതിരുള്ള പ്രോസസ്സ് ആണ് ഈ ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗ് സിസ്റ്റംസിലൊക്കെ. അല്ലെങ്കിൽ AC തന്നെ ഈ ചൂടാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ റൂം തണുപ്പിക്കാൻ പറ്റുന്ന ആ AC-യിൽ തന്നെ റൂം വാമപ്പ് ചെയ്യാനുള്ള രീതികളുള്ള സിസ്റ്റങ്ങളുണ്ട്. പിന്നെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, അതിനെപ്പറ്റി നമ്മളിപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കും. കൂളിംഗ് സിസ്റ്റം ഓഫ് ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ. ഓട്ടോമൊബൈൽ ഓടുമ്പോൾ അത് ചൂടാവും അല്ലേ? അപ്പം നാച്ചുറൽ പ്രോസസ്സ് എന്താണ്? ചൂടാവുമ്പോൾ അതിൽ നിന്നുള്ള ആ ചൂട് കാറ്റ് പുറത്തേക്ക് ഒഴുകണം എന്നുള്ളതാണല്ലോ. പക്ഷെ അങ്ങനെ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിന് കൂളിംഗ് സിസ്റ്റം വെക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റേഡിയേറ്ററിലൊക്കെ കൂളിംഗ് ഏജന്റ് ആയിട്ട് വാട്ടർ ഉപയോഗിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ എക്സസ് ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അതൊരു ഇതിനെതിരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ്. അത്തരം രീതികളാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയാം. നോക്കൂ, ഹ്യൂമൻ ഹാർട്ടിൽ നമുക്കറിയാം
നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നത്, ഹാർട്ട് പമ്പ് ചെയ്യുന്നു, വെയിൻസും ആർട്ടറീസും ഉണ്ട്. ഒന്നിലൂടെ ശുദ്ധരക്തം ഒഴുകും, ഒന്നിലൂടെ അശുദ്ധ രക്തം ഒഴുകും. അപ്പോൾ നമ്മുടെ നിറയെ ബ്ലഡ് സർക്കുലേഷൻ, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നോക്കിയാൽ കാണാം നിറയെ വെയിൻസ് ആർട്ടറീസ് ഒക്കെ ഉണ്ടാവും. കുറേ എണ്ണം താഴേക്ക് ഒഴുകുന്നവയും ഉണ്ടാവും, കുറേ എണ്ണം മുകളിലേക്ക് ഒഴുകുന്നവയും ഉണ്ടാവും. അപ്പോൾ ഈ മുകളിലേക്ക് ഒഴുകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആന്റി ഗ്രാവിറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഹാർട്ടിന്റെ വർക്ക് ഫങ്ഷനിങ് കൊണ്ട്, അതിന്റെ ഫോഴ്സ് കൊണ്ട്, അതിന്റെ പമ്പിങ് ഫോഴ്സ് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഈ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതും. ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഓക്സിജൻ കിട്ടുന്നതും, സെൽസ് വർക്ക് ചെയ്യുന്നതും, നമ്മൾ ശരീരം ചൂടായിട്ട് ഇരിക്കുന്നതും. ഹാർട്ട് വർക്കിംഗ് നിർത്തുമ്പോൾ ഈ സംഗതികളൊക്കെ കൊലാപ്സ് ആവുകയും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു ഹാർട്ട് എന്താണ്, ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ സിസ്റ്റമാണ്. മൂന്നാമത്തെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡാണ് റേഡിയേഷൻ. നമുക്കറിയാം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിച്ചവും പ്രകാശം അല്ലെങ്കിൽ ചൂട് കിട്ടുന്നത് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ്. അവിടെ ഒന്നും അതൊന്നുമില്ല, വാക്വമാണ്, ശൂന്യമാണ്. അപ്പോൾ അതിലൂടെ ഇവിടെ എത്തണമെങ്കിൽ ഈ റേഡിയേഷനിലൂടെയാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഈ എനർജി ഇവിടെ എത്തുന്നത്. എർത്ത് ഡസ് റീസീവ് ഹീറ്റ് ഫ്രം ദ സൺ അക്രോസ് എ ഹ്യൂജ് ഡിസ്റ്റൻസ്. അവിടെ മീഡിയം ഒരു ആവശ്യമില്ല, അതുകൊണ്ടാണല്ലോ വാക്വത്തിലൂടെ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത് മീഡിയം ആവശ്യമില്ലാത്ത ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഒരേ ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചൂടുള്ള ഒരു ഇസ്തിരിപ്പെട്ടിയുടെ അടുത്ത് പോയാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. പിന്നെ അതിന്റെ കാരണം എന്തായിരിക്കും, ചൂടുള്ള അതേമാതിരി ഒരു അടുപ്പ് കത്തുന്നതിനടുത്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് ചൂട് അനുഭവപ്പെടും. പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഗ്യാസ് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ എയർ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, എന്നിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുന്നത് റേഡിയേഷൻ മൂലമാണ്. അപ്പോൾ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് മീഡിയം ഇല്ലാതെ നടക്കുന്നതാണ്. ശരിക്കും റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, സ്പെക്ട്രം, ലൈറ്റ് ഒക്കെ അതിലുള്ള എക്സ്റേ, ഗാമാ റേ, ഇൻഫ്രാറെഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒരു വസ്തു ചൂടായിരിക്കുമ്പോൾ പുറത്തേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ വിടും, ഗാമാ റേ, ഇൻഫ്രാറെഡ് റേ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരം റേകൾ കൊണ്ടുണ്ടാകുന്ന ചൂടാണ് എന്ത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ റേഡിയേഷൻ. റേഡിയേഷൻ ബൈ എ റെഡ് ഹോട്ട് അയേൺ, ലൈറ്റ് ഫ്രം എ ഫിലമെന്റ് ലാമ്പ് ഒക്കെ കുറച്ചു നേരം കത്തിരുന്ന ആ ബൾബ് പോയി പിടിച്ചാൽ ഭയങ്കര ചൂടുണ്ടാവും. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടും. ഇനി തെർമൽ റേഡിയേഷൻ മറ്റൊരു ബോഡിയുടെ മുകളിൽ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ ശരീരമൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം കുറച്ച് അതിനെ അബ്സോർബ് ചെയ്യും, കുറച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെയാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് എറ്റ് എ ബോഡി ക്യാൻ അബ്സോർബ് ബൈ റേഡിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ കളർ ഓഫ് ദ ബോഡി. എത്രമാത്രം ഹീറ്റിനെ ഈ ബോഡി അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കളറിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ കളറിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യും, വന്ന് വീഴുന്ന ലൈറ്റ് കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്യും. വൈറ്റ് ബോഡി ആണെങ്കിൽ വന്ന് വീഴുന്ന ലൈറ്റ് കംപ്ലീറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ ഹ്യൂമന്റെ കറുപ്പ് നിറവും വെളുപ്പ് നിറവും അല്ല പറഞ്ഞത്, ഒരു വസ്തു, ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്, നിറഞ്ഞ നല്ല കറുപ്പ് നിറത്തിൽ പെയിന്റ് ചെയ്ത ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ബ്ലാക്ക് ബോഡീസ് അബ്സോർബ് ആൻഡ് എമിറ്റ് റേഡിയന്റ് എനർജി ബെറ്റർ ദാൻ ബോഡീസ് ഓഫ് ലൈറ്റർ കളേഴ്സ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണും, കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ഇതിനെ പറ്റി പറയും. അപ്പോൾ ബ്ലാക്ക് ബോഡീസ് അബ്സോർബ് ആൻഡ് എമിറ്റ് എനർജി ബെറ്റർ ദാൻ ബോഡീസ് ഓഫ് ലൈറ്റർ കളേഴ്സ്. ഇതും നമ്മളെ ഡെയിലി എക്സ്പീരിയൻസ് ആണ്. എന്താണ്, നമ്മൾ വേനൽക്കാലത്ത് വെള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ആണ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ വന്നു വീഴുന്ന ഈ ചൂടിനെ മുഴുവനും അത് മാക്സിമം എത്രമാത്രം റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം റിഫ്ലക്ട് ചെയ്ത് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ദേ അബ്സോർബ് ലീസ്റ്റ് ഹീറ്റ് ഫ്രം ദി സൺ. എന്നാൽ വിന്റർ, തണുപ്പ് കാലത്ത് നമ്മൾ ഡാർക്ക് ക്ലോത്ത് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ മാക്സിമം ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നമ്മളെ ചൂടാക്കി വെക്കാൻ ആ ക്ലോത്ത്സിന് കഴിയണം. ഇത് ഫ്ലാസ്ക് ആണ്, തെർമോസ് ഫ്ലാസ്ക്, ബീവർ ഫ്ലാസ്ക് ഓർ തെർമോസ് ഫ്ലാസ്ക്. നമ്മൾ സാധാരണത്തെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അതേപോലെ തന്നെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ തണുത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ തണുപ്പ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ വെക്കുന്ന ഫ്ലാസ്ക് നമ്മൾ സാധാരണ ഫ്ലാസ്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എ ഡിവൈസ് ടു മിനിമൈസ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കണ്ടൻസ് ഓഫ് ദ ബോട്ടിൽ ആൻഡ് ഔട്ട്സൈഡ്. അകത്തുള്ള ഇതിൽ നിന്ന് ചൂടായാലും തണുപ്പായാലും അതിനെ പുറത്തേക്ക് വിടാതെ മാക്സിമം സമയം അതേ ടെമ്പറേച്ചറിൽ അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാസ്ക് ഉപയോഗിക്കുക. ഒരു ഡബിൾ വാൾഡ് ഗ്ലാസ് വെസലാണ്, കണ്ടോ, താഴെ ഉള്ളിലൊരു ഗ്ലാസ് വെസലുണ്ട്,
അതിൻ്റെ ചുറ്റും ഒരു ഇൻസുലേറ്ററിനുണ്ട്, അതിൻ്റെ പുറത്തും ഒരു ഗ്ലാസ് വെസൽ ഉണ്ട്. അപ്പം എന്താണ്, ഇന്നർ ആൻഡ് ഔട്ടർ വാൾസ് കോട്ടഡ് വിത്ത് സിൽവർ. ഇതിൻ്റെ ഇന്നർ വാളിലും സിൽവർ കോട്ട് ചെയ്തിട്ടുണ്ടാവും, ഔട്ടർ വാളിലും സിൽവർ കോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് സിൽവർ കോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, അഥവാ ഇതിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് പോയാൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് സിൽവർ കോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പുറത്തു നിന്ന് വന്ന് വീഴുന്ന റേഡിയേഷനെ പുറത്തേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഔട്ടർ സർഫസിൽ സിൽവർ കോട്ട് ചെയ്തിട്ടുള്ളത്. റേഡിയേഷൻ ഫ്രം ദ ഇന്നർ വാൾ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ കണ്ടൻസ് ഓഫ് ദ ബോട്ടിൽ. അത് ഇന്നർ വാൾ എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇനി ഇതിന്റെ ഔട്ടർ വാൾ എന്ന് പറയുന്നത് ഇതിന്റെ പുറത്താണ്. അതാണ് നമ്മൾ നോക്കിയാൽ കാണില്ലല്ലോ, ഫ്ലാസ്കിന്റെ പുറത്ത് നമ്മൾ ചിത്രമല്ലേ കാണുള്ളൂ, സിൽവർ ഒന്നും കാണില്ലല്ലോ. ആ ചിത്രത്തിന്റെ തൊട്ട ഉള്ളിൽ ഈ റീജിയനിലാണ് ഈ പറയുന്നത്. ഔട്ടർ വാൾ സിമിലർലി റിഫ്ലെക്ട്സ് ബാക്ക് എനി ഇൻകമ്മിങ് റേഡിയേഷൻ. പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും റേഡിയേഷനെ പുറത്തേക്ക് തന്നെ വിടും. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഈ സ്പേസിനെ ഇൻസുലേറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തു കൊണ്ട് ഫില്ല് ചെയ്യും. എയർ ആണ് സാധാരണ ഫ്ലാസ്കിലൊക്കെ നമ്മൾ നോക്കിയാൽ ഉണ്ടാവുക. അപ്പോൾ evacuated reduce conduction and convection losses and the flask is supported on an insulator. കവറിങ് ഒരു ഇൻസുലേറ്റഡ് ഇതായിരിക്കും, കോർക്ക് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടായിരിക്കും. താഴെ അതേ കണ്ടോ, വാക്വം അല്ലെങ്കിൽ ഗ്യാസ് ഇവിടെയൊക്കെ ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇതിലൂടെയും കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ ഹീറ്റ് അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെട്ട് പോവില്ല. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ബ്ലാക്ക് ബോഡിയൊക്കെ പറ്റി നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് കാണാം. താങ്ക് യു.